നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അത് നമുക്ക് നാണക്കേടാ. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച അവരെന്റെ തനി സ്വഭാവം കാണും. നിയന്ത്രണം വിട്ട് ഏട്ടന്മാരോട് ഞാൻ എന്തെങ്കിലും പറഞ്ഞെന്നോ പ്രവർത്തിച്ചെന്നോ വരും. വേണ്ട. മോളെന്താ ഒന്നും പറയാത്തെ? ഇല്ലെങ്കിൽ പൂജാമുറിയിൽ ഒന്നുകൂടി നോക്കട്ടെ. ചിലപ്പോ അവിടെ വീണ് കിടക്കുന്നുണ്ടാവും. അർച്ചനേട്ടത്തി, മാല ഇവിടെ ഉണ്ട്. എവിടെ? ദാ നോക്ക്. എന്റെ ആവണിമോളെ കള്ളിയാക്കാൻ നോക്കിട്ട് ഇപ്പൊ എന്തായി? കമലേ, മതി. എന്തായാലും മാല കിട്ടിയല്ലോ. അതെങ്ങനെയാ മാല ഇപ്പൊ കിട്ടിയത്? നേരത്തെ അർച്ചന അതിനകത്ത് മുഴുവൻ നോക്കിയെന്നല്ലേ പറഞ്ഞത്? അപ്പ ഇല്ലാതിരുന്നത് ഇപ്പൊ എങ്ങനെ വന്നു? അതെനിക്കറിയില്ല. ഇപ്പൊ നോക്കുമ്പോ മാല അതിനിടയിൽ കിടക്കുന്നു. അർച്ചനേട്ടത്തി നോക്കിയപ്പോ അത് കണ്ടു കാണില്ല. താഴെ വീണാലും രണ്ട് മാലയും കൂടി ഒരുമിച്ച് വീഴും. എന്തായാലും മാല കിട്ടിയല്ലോ. മോളെ, അതിങ്ങ തന്നെ. എങ്കിലും എവിടെയെങ്കിലും കൊണ്ട് വെച്ചിട്ട് മറ്റുള്ളവരുടെ മേലെ പഴിച്ചാരുന്നത് ചിലർക്കൊരു സുഖ. നീ എന്തിനാ എന്നെ നോക്കുന്നേ? ഞാൻ പറഞ്ഞ സത്യം തന്നെയാ. ഇനി ഇതിനെക്കുറിച്ചൊരു ചർച്ച ഇവിടെ വേണ്ട. എന്തായാലും നഷ്ടപ്പെട്ട മാലകൾ തിരിച്ചു കിട്ടിയല്ലോ. പാവം ആവണിമോള് ഒരുപാട് സങ്കടപ്പെട്ടു. മോളിങ് വാ. വാ മോളെ, മുത്തശ്ശനല്ലേ വിളിക്കുന്നേ? മോൾ ഒരുപാട് സങ്കടപ്പെട്ടതല്ലേ? മോൾ അത് എടുക്കില്ല എന്ന് മുത്തശ്ശന് ഉറപ്പായിരുന്നു. സങ്കടപ്പെടണ്ട കേട്ടോ. മുത്തശ്ശൻ മോൾക്കൊരു സമ്മാനം തരാം. ഇത് മോൾക്കിരിക്കട്ടെ. മുത്തശ്ശന്റെ ഒരു സമ്മാനം.
മാഷേ അതിന്റെ ഒന്നും ആവശ്യമില്ല. മോളെ, മുത്തച്ഛന്റെ മാല ഒന്ന് കൊടുത്തേക്ക്. ഇത്രയും വലിയ മാല മോക്ക് വേണ്ട. പുറത്തു പോകുമ്പോ പോലും ഞങ്ങൾ ഇവിടെ സ്വർണ്ണമൊന്നും അണിയിക്കാറില്ല. മോളെ, അതങ്ങ് തിരിച്ചു കൊടുത്തേക്ക്. എന്തിനാ മീരെ കുട്ടിയെ നിർബന്ധിക്കുന്നത്? ഞാനിത് ഇവൾക്ക് സന്തോഷത്തോടുകൂടി കൊടുത്തല്ലേ. ഇവൾ എന്റെയും കൊച്ചുമോളല്ലേ. ഇവൾക്കൊരു സമ്മാനം കൊടുക്കാനുള്ള അവകാശം എനിക്കില്ലേ? ഇത് മോളുടെ കഴുത്തിൽ തന്നെ കിടന്നോട്ടെ. ആ താനിത് എവിടെയായിരുന്നു? അവിടെ എന്തൊരു ബഹളം കേട്ടത്? അവിടെ 2 സ്വർണ്ണമാല കാണാതെ പോയി. സ്വർണ്ണമാലയോ? കുട്ടികൾക്ക് 2 പേർക്ക് ഇടാൻ അർച്ചനടുത്തിന്റെ അച്ഛനും അമ്മയും മൂകാംബികയെന്ന് പൂജിച്ചുകൊണ്ടുവന്ന മാലകളാ. അത് കാണാതെ പോയി. ഓ, എന്നിട്ട് തിരിച്ചു കിട്ടിയോ? അവിടെ പൂജാമുറി തന്നെ ഉണ്ടായിരുന്നു. എനിക്കൊരു സംശയമുണ്ട്. എന്ത് സംശയം? ആ, നമ്മുടെ ഈ സമ്മാനങ്ങള് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനേ നിന്റെ ഏട്ടന്മാർ സമ്മതിക്കോ? ഈ ചടങ്ങിന് വിളിച്ചിട്ടാണല്ലോ നമ്മൾ പോകുന്നത്, അല്ലാതെ വലിഞ്ഞു കയറി ചെല്ലുകയല്ലല്ലോ. അപ്പൊ നമ്മൾ കൊടുക്കുന്ന സമ്മാനങ്ങള് അവർ ഉറപ്പായിട്ട് വാങ്ങിക്കും. നിന്റെ കാര്യത്തിൽ അവർക്കൊരു പ്രശ്നമില്ല. നീ അവരുടെ കൂടെപ്പിറപ്പാ. അതിനെന്താ? ആ കൂടപ്പിറപ്പിന്റെ കഴുത്തില് താലി കെട്ടിയ ആളാ ധനുഷ്. അത് തന്നെയാണല്ലോ ഈ ശത്രുതയ്ക്കൊക്കെ കാരണവും. ധനുഷിന് എന്താ പേടിയുണ്ടോ? പേടിയൊന്നുമില്ല. പക്ഷെ അവിടെ വെച്ച് നിന്റെ ഏട്ടന്മാരെന്തെങ്കിലും പറഞ്ഞാ അത് നമുക്ക് നാണക്കേടാ. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച അവരുടെ തനി സ്വഭാവം കാണും. നിയന്ത്രണം വിട്ട് ഏട്ടന്മാരോട് ഞാൻ എന്തെങ്കിലും പറഞ്ഞെന്നോ പ്രവർത്തിച്ചെന്നോ വരും. വേണ്ട. തെറ്റ് ചെയ്തത് നമ്മളാ. അവരെന്തു പറഞ്ഞാലും നമ്മളത് കേൾക്കാൻ ബാധ്യസ്ഥരാണ്. അങ്ങനെ ആര് പറഞ്ഞു? എവിടെയും എഴുതി വെച്ചിട്ടുണ്ടോ? പ്രായപൂർത്തിയായ ഒരാണും പെണ്ണും തമ്മിൽ വിവാഹം കഴിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ഇതിനേക്കാളും വിപ്ലവം ഉണ്ടാക്കി കല്യാണം കഴിച്ചവര് ഈ വീട്ടിലുണ്ട്. അതുകൊണ്ട് എനിക്ക് യാതൊരു പേടിയില്ല. നീ കുറച്ചുകൂടി ക്ഷമ കാണിക്കണം. ഒരു ദിവസം കൊണ്ട് കൊടുമുടികൾ കീഴടക്കിയവരാരുമില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.